ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 2K24 ഹോം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇതൊരു പഴയ കിച്ചൺ കബോർഡാണ്. ഇതിൻ്റെ ഡോറ് ചെയ്തിരിക്കുന്നത് തേക്ക് ഉപയോഗിച്ചിട്ടാണ്. വളരെ മനോഹരമായി കൊത്തുപണിയൊക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡോറൊക്കെ ചെയ്തിരിക്കുന്നത്. പുറമേ നോക്കി കഴിഞ്ഞാൽ ഇതിനൊരു പ്രശ്നവും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ പലരുടെയും വീട്ടിലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ നശിച്ച നിലയിൽ നമുക്ക് കാണാൻ പറ്റും. പ്ലൈവുഡിൽ PVC കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് കുറേ നാളുകൾ കഴിയുമ്പോഴേക്കും ഇതുപോലെ ഈർപ്പം അടിച്ച് നശിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഭിത്തിയിലെ ഈർപ്പം ഇത് വലിച്ചെടുത്ത് ഇതിൻ്റെ ബാക്ക് പാനലെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഇത് പൊളിച്ചപ്പോഴുള്ള അവസ്ഥയാണിത്. ഇതിൻ്റെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കബോർഡാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് മൊത്തത്തിൽ മാറ്റി നമുക്ക് ഇതിനെ പുതിയൊരു മോഡൽ ചെയ്തു നോക്കാം. നമുക്ക് ഈ പ്ലൈവുഡൊക്കെ മാറ്റിയിട്ട് മൾട്ടിവുഡ് കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നേരത്തെ എല്ലാ പഴയ മെറ്റീരിയലും എല്ലാം മാറ്റിയിട്ട് മൾട്ടിവുഡ് കൊണ്ട് നമ്മൾ കബോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. മൾട്ടിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവുകയില്ല. എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ സ്കർട്ടിങ് പഴയത് തന്നെയാണ് വെക്കുന്നത്. ആ വുഡിൻ്റെ തന്നെ നമ്മൾ യൂസ് ചെയ്യുവാണ്. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അത് തന്നെ വെച്ച് നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിവുഡ് കൊണ്ട് ക്യാബിനെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡോറും നമുക്ക് പഴയത് തന്നെ എടുത്ത് ഫിറ്റ് ചെയ്യാം. ഇനി ഇത് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പുതിയ കബോർഡ് കണക്കായിക്കോളും. കിച്ചൺ കബോർഡിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് പാൻട്രി യൂണിറ്റിനും. ഇതും പ്ലൈവുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നുമെങ്കിലും ശരി, ഉള്ളിൽ ബാക്ക് പാനലെല്ലാം പോയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഈ രീതിയിലാണ് എൻ്റെ ബാക്ക് ഷീറ്റ് ഉള്ളത്. പ്ലൈവുഡ് എല്ലാം മാറ്റി നമുക്കിനി മൾട്ടിവുഡിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. ക്യാബിൻസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലെ ഗ്രാനൈറ്റ് പഴയത് തന്നെ എടുത്ത് ഒട്ടിച്ച് വയ്ക്കാവുന്നതുമാണ്. ഇനി അടുത്ത് നമ്മൾ ഷോക്കേസിൻ്റെ താഴെയുള്ള സ്റ്റോറേജാണ് നോക്കുന്നത്. അതും ഇതുപോലെ തന്നെ മൊത്തത്തിൽ പോയി കിടക്കുകയാണ്. ഈ കൂട്ടത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലുള്ള സ്റ്റോറേജ് ഇതാണ്. ഇതിന് കുറച്ചു കാലം കൂടെ നിന്നിരുന്നെങ്കിൽ ആ ഗ്രാനൈറ്റ് ഉൾപ്പെടെ താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് മാറിയേനെ. അത് മൊത്തത്തിൽ നമുക്ക് ഇളക്കി എടുത്തിട്ട് പ്ലൈവുഡ് മൊത്തം മാറ്റി നമുക്ക് മൾട്ടിവുഡിലേക്ക് ഇതാക്കാം. ഇത് ഇളക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിലെ അവസ്ഥയുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷേ അതിൻ്റെ ബാക്കിലെ ഷീറ്റ് മൊത്തം പോയിരിക്കുകയായിരുന്നു. പ്ലൈവുഡ് ഈർപ്പം അടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. നേരത്തെ ഉള്ള അതേപോലെ തന്നെ മൾട്ടിവുഡ് ഉപയോഗിച്ച് നമ്മളത് ചെയ്തിരിക്കുകയാണ്. ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ള പോലെ പ്രോബ്ലംസ് ഒന്നും ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ഇനി നമുക്ക് നെയിൽ ഫ്രീ ഉപയോഗിച്ച് ആ ഇളക്കി മാറ്റി വെച്ചിരുന്ന ഗ്രാനൈറ്റ് പഴയതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഈ ഗ്രാനൈറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഡോറുകളും ഡ്രോയറും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായി തന്നെ മൾട്ടിവുഡ് ഉപയോഗിച്ച് നമുക്കിതെല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക. താങ്ക് യു.